ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ നിൽക്കുന്നത് മണക്കാട് സൈറ്റിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഈ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ അധിക പണി വരുന്നത്, അതായത് നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ തുടക്കത്തിലെ ചിന്തിക്കാത്തത് കൊണ്ട് ഒരുപാട് നമുക്ക് നഷ്ടങ്ങൾ വരും. അതെന്താക്കാണെന്ന് ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം, നിങ്ങൾ ആരെങ്കിലും വീട് വയ്ക്കുന്നെങ്കിൽ, വീട് പണി നടക്കുന്നെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അതായത് നമ്മളെ സൈറ്റില് ഏകദേശം പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞു, പുട്ടിയെല്ലാം ഇട്ട് പുട്ടിയുടെ മേലെ പ്രൈമർ വരെ അടിച്ചിരിക്കുന്നു. അതായത് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തേച്ചിട്ടിരിക്കുക. ഈ പടവ് ചുമര് കംപ്ലീറ്റ് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിൽ പറഞ്ഞ പണിയുടെ ടൈലിന്റെ പണി, ഇലക്ട്രിക്കിന്റെ വർക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കത്തിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഈ പുട്ടിയടക്കം ചെയ്യും മുമ്പേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോ കണ്ടോ, നമ്മളിവിടെ സൈറ്റിലെ കംപ്ലീറ്റ് പുട്ടിയൊക്കെ ഇട്ട് തീർന്ന സൈറ്റാണ്. ഇപ്പൊ ഇതാ ഇലക്ട്രിക്കിന്റെ വർക്ക് അടിച്ചിരിക്കുന്നതാണ്, കണ്ടോ. അപ്പൊ ഇവിടെ അവര് അടിച്ച്, കാരണം പുട്ടിയൊക്കെ ഇട്ട ചെവരായിരുന്നു. ഇപ്പൊ ഈ ചെവര് കംപ്ലീറ്റും അടിച്ച് ഒരു പൈപ്പ് ഇറക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെയും അടിച്ചിട്ടുണ്ട്, ഇവിടെ അടിച്ച് പൊട്ടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ കോർണർ ഇവിടെ ഒരു മിറർ വരും. അപ്പം മിററിന്റെ പോയിന്റ് കൊടുത്തില്ലായിരുന്നു, അപ്പം അതിനു വേണ്ടിയാണ് ഇവിടെ അടിച്ചു പൊട്ടിച്ചു. അതുപോലെ തന്നെ ഇതാ ഇവിടെ നിന്ന് അടിച്ച ഒരു ബോക്സ് വെച്ചു, ഒരു ലൈൻ വെച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫസ്റ്റില് ആദ്യമേ ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം പെയിന്റിങ്ങിന്റെ സമയമായപ്പോഴാണ് ഈ വർക്കുകളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇത് ബാത്റൂമിൻ്റെത് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലും ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു മറ്റേ വീടിന്റെ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ മേളിലും ഇതുപോലെ തന്നെ കണ്ടോ, ഇവിടെ കംപ്ലീറ്റും അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ വരുമ്പോ എക്സ്ട്രാ പണി, കാരണം ഇനി ഇത് തേച്ച് പുട്ടിയൊക്കെ ഇട്ട് വരണം. അപ്പൊ മാക്സിമം എല്ലാവരും ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഇതൊരു ബാത്റൂമിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. അപ്പൊ ക്ലയന്റിന് അത്രയും ബാത്റൂം വേണ്ടെന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കുഴിയുണ്ട്. ഈ കുഴിക്കകത്ത് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. അതിന്റെ വീഡിയോ ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇവിടെയുണ്ട്, കണ്ടോ. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ച് വയർ വലിക്കാൻ വേണ്ടി പൈപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യമേ ഇലക്ട്രിക്കിന്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ടാമതൊരു പണി വരത്തില്ല. അപ്പൊ ഇതിന്റെ വീടിന്റെ ബാക്ക് സൈഡാണ്. അപ്പൊ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീട് പണി ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇലക്ട്രിക്കിന്റെ പോയിന്റ് എവിടെയൊക്കെ കൊടുക്കണം, അവിടെ എല്ലാം കൊടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കണം പെയിന്റിങ്ങിന്റെ വർക്ക് തുടങ്ങുക. കാരണം ഇതിപ്പോ പുട്ടിയിട്ട് പ്രൈമർ അടിച്ചു. അപ്പൊ ഇതിലിപ്പോ ഒരു കളർ കോട്ടൊക്കെ അടിച്ചിട്ടാണ് ഇത് വന്നതെങ്കിൽ നമുക്ക് ഇരട്ടി നഷ്ടമാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് ഇനി ഇതിന്റെ ഔട്ട്സൈഡ് ഉണ്ട്, ഔട്ട്സൈഡും ഇതുപോലെ ലൈനിന്റെ പോയിന്റ് ഒക്കെ അടിക്കാറുണ്ട്. അപ്പൊ ഇത് അവരുടെ കുറ്റമല്ല, ഇത് നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ ആദ്യം പറഞ്ഞ ആ ഒരു ഐഡിയയിലാണ് ചെയ്തത്, പിന്നീടാണ് ഇത് മാറി. ഇനി താഴെ ഞാൻ കാണിച്ചു തരാം. വേറെ സ്റ്റെപ്പൊക്കെ വളരെ ഹൈറ്റ് കുറച്ചായിട്ട് ചെയ്തിരിക്കണം, കാരണം ഇറങ്ങാനും കയറാനൊക്കെ നല്ല എളുപ്പമുണ്ട്. പിന്നെ ഇവിടെ നമ്മള് ഒരു ചിമ്മിനി കൊടുക്കാൻ വേണ്ടി ആദ്യം ഹോൾട്ട് അതൊക്കെ അടിച്ച് നമ്മൾ മൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇലക്ട്രിക്കിന്റെ വർക്ക് ചെയ്തു. ഇവിടെ കംപ്ലീറ്റ് അടിച്ച് തുറന്ന് ഇവിടെ രണ്ടാമത് ബോക്സ്, എക്സ്ട്രാ ബോക്സ് ഒക്കെ വെച്ചു. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ നോക്കിയാലും ക്ലയന്റിന്റെ നഷ്ടമാണ്. കാരണം ഇനി ഇത് പെയിന്ററെ വിളിച്ച് പുട്ടിയിട്ടതിനു ശേഷം പിന്നെ പ്രൈമർ അടിച്ചൊക്കെ എടുക്കണം. അപ്പൊ മാക്സിമം വീട് പണി തുടങ്ങി നമ്മൾ ഈ പെയിന്റ് അടിക്കുന്ന മുമ്പേ, പുട്ടിയുടെ വർക്ക് തുടങ്ങുന്ന മുമ്പേ ഇതൊക്കെ എല്ലാം നോക്കി എവിടേക്കാണ് ലൈന് കൊടുക്കണം എന്ന് നോക്കിയിട്ട് അത് കംപ്ലീറ്റും കൊടുത്ത് ചെയ്യണതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം മേളിലൊക്കെ ഒരുപാട് ഇലക്ട്രിക്കന്മാർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റും അടിച്ച് പൊട്ടിച്ച് പണി കൂടില്ല. കാരണം നമ്മൾ ഇനി അതെല്ലാം തേച്ച്, കാരണം ചില സ്ഥലങ്ങളിൽ ചാരം കെട്ടി തേക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക്, കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവണം. കാരണം ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കേട്ട് തീർന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ അടിച്ച് പൊട്ടിക്കുമ്പോൾ എന്തുകൊണ്ടും അത് പാഴ്പണിയാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ആരെങ്കിലും വീട് വെക്കുന്നവരാണെങ്കിൽ
ഇതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.